ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു ബോ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം, എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലത്തെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ലേസ്. ഇപ്പോൾ ഞാനത് ബോ ചെയ്യാൻ വേണ്ടി പോയാണ്. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോയാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് കളറിലുള്ളത്. പിന്നെ B7000 ഗ്ലൂ എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്ലൂവിനെ ഇതിൽ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലേസ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, വേറെ ഒരു പണിയും ഇതിലില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒന്ന് സൈഡ് വശത്തോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ രണ്ട് സൈഡ് ഒട്ടിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സൈഡ് അങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടി അങ്ങ് കിട്ടിക്കോളും. പിന്നെ ഇത് ലേസൊക്കെ നമുക്ക് ഗ്ലൂ തേച്ചാൽ ഉടനെ ഒട്ടി വരുന്നതാണ്. പിന്നെ ഇതുപോലെ സൈഡ് വശത്തോട്ട് ഗ്ലൂ ഇങ്ങനെ തേച്ച് കൊടുത്ത് നമുക്കിത് ഫുള്ളാக ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ കൊടുക്കണം. അതിന് ശേഷം ഇത് ഫുള്ള് താഴെ വരെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. അതിന് ശേഷം അടുത്ത് ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്ക് ഗ്ലൂ തേക്കണം. ഒന്ന് ഈ അപ്പുറത്തെ സൈഡ് നമ്മൾ അങ്ങോട്ടല്ലേ വെച്ചത്, അപ്പോൾ ഈ സൈഡ് ഇങ്ങോട്ട് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് അവിടെ നമുക്കൊരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കാം, ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എങ്ങനെ ചെയ്ത് അതുപോലെ തന്നെ ഈ സൈഡും അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഗ്ലൂ തേച്ച് കൊടുത്ത് ഫുള്ളാக അങ്ങ് താഴെ വരെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ തന്നെ, വേറെ ഒന്നുമില്ല. സൂപ്പറായിട്ട് ഒട്ടി നല്ല വൃത്തി കറക്റ്റായിട്ട് ഒട്ടി വരും കേട്ടോ. കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനിത് ഫുള്ള് ചെയ്തെടുത്തു കേട്ടോ, കൊള്ളാലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കോട്ട് ഞാനൊരു റെഡ് കളറിലുള്ള ലേസാണ് വെച്ച് കൊടുക്കുന്നത്, ഫ്ലവർ ലേസ്. അതും ഇതുപോലെ തന്നെ ഇതിൻ്റെ നടുക്കാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പ്ലെയിനായിട്ടിരിക്കുന്നില്ല, ആ ഭാഗത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ അവിടെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റെഡ് ഫ്ലവറിൻ്റെ നടുക്കോട്ട് ഒന്ന് ഹാഫ് സ്റ്റോൺ വെച്ച് കൊടുക്കാൻ പോവുകയാണ്, ചെറുത് വൈറ്റ് കളറ്. അതിന് ഞാൻ ഗ്ലൂ പെന്നാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്ലൂ ഒന്ന് അതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റോൺ എടുത്ത് എല്ലാ ഭാഗത്തോട്ടും ആ നടുക്ക് ഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് ഇത് വെച്ച് കൊടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി. അങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം എൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. വാട്സാപ്പായിട്ട് കോൺടാക്ട് ചെയ്താൽ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്